ചൂടും ചൂരും ആളും ആരവും ഒക്കെ നിറഞ്ഞ കൊട്ടിക്കലാശം ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. 40 ദിവസം നീണ്ട പരസ്യ പ്രചാരണത്തിന് ശേഷം സംസ്ഥാനം ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലാണ്. അവസാന മണിക്കൂറുകളിലും പരമാവധി വോട്ടുറപ്പിക്കാനുള്ള കരുനീക്കങ്ങളിലാണ് ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളും. സംസ്ഥാനത്ത് 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ശരി, എന്തായാലും ഇന്നത്തെ നിശബ്ദ പ്രചാരണത്തിന്റെ നിമിഷങ്ങൾ എങ്ങനെ കടന്നു പോകുന്നു തുടങ്ങിയ വിവരങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ്, കൊച്ചിയിൽ നിന്ന് ഷംന അശോക്, കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ്, കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്, കോട്ടയത്ത് നിന്ന് ജോസി ബാബു എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം. ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു കൊട്ടിക്കലാശം, വർണ്ണാഭമായ ഒരു കൊട്ടിക്കലാശമൊക്കെ നടന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലൊക്കെ ചില സംഘർഷങ്ങളും അക്രമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും ജനങ്ങൾ അണികൾ ആവേശപൂർവ്വം കുട്ടിക്കലാശത്തിൽ പങ്കാളികളാകുന്നത് കണ്ടതാണ്. ഇനിയിപ്പോൾ ആ ശബ്ദകോലാഹലങ്ങളൊക്കെ മാറിയിരിക്കുന്നു. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുന്നു. സനൂപ്, നമുക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴറിയാം ഇന്നിപ്പോൾ വലിയ തരത്തിലുള്ള ശബ്ദങ്ങളോ പ്രചാരണങ്ങളോ ഒന്നുമില്ല. വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ പോലും നടക്കുന്നില്ല. അത്യാവശ്യം ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട ആളുകളുമായൊക്കെയായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ ഇന്ന് നടക്കാവൂ. ഇന്നിപ്പോൾ മറ്റൊന്ന് പോളിംഗ് സാമഗ്രികളുടെ വിതരണം, അത് രാവിലെ 8 മണിക്ക് തുടങ്ങുന്നു എന്നുള്ളത് കൂടിയാണ്. എങ്ങനെ പുരോഗമിക്കുന്നു നാളെ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ഒരുക്കങ്ങൾ? ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ജിൽസി, നിശബ്ദ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. രാവിലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ, CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ, അദ്ദേഹം പാറശാലയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. അവിടെയാണ് ഇന്ന് നിശബ്ദ പ്രചാരണത്തിന് അദ്ദേഹം ഉണ്ടാവുക. വീട് വീടാന്തരം കയറി പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം നിശബ്ദ പ്രചാരണത്തിന് ഇറങ്ങിയത്. നിലവിലെ MP-യും UDF-ന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ശശി തരൂർ അല്പസമയത്തിനകം തന്നെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങും. അതേപോലെ തന്നെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രഖറും നിശബ്ദ പ്രചാരണത്തിന് വേണ്ടി വിവിധ ഇടങ്ങളിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്നു. ഈ സ്ഥാനാർത്ഥി ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് അവരുടെ എല്ലാം നേതാക്കളും അണികളും സ്ക്വാഡുകൾ ആയിട്ട് തിരിഞ്ഞ് വോട്ടുറപ്പിക്കാൻ വേണ്ടി വീട് വീടാന്തരം നോട്ടീസും മറ്റുമായിട്ട് വിതരണം ചെയ്യാൻ വേണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഫോണിൽ വിളിച്ച് വോട്ട് ഉറപ്പിക്കുക തുടങ്ങിയ ആ ഒരു പ്രക്രിയയാണ് ഇന്ന് നിശബ്ദ പ്രചാരണത്തിൽ ഉണ്ടാവുക. അവസാനവട്ടമായിട്ട്, അതായത് അവസാനം ഒന്നുകൂടി വോട്ടർമാരെ കണ്ട് വോട്ട് ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഊട്ടിയും കിഴിച്ചും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 1.5 മാസം വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. ചൂടിനെ പോലും വകവയ്ക്കാതെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വിയർത്തൊലിച്ചായ പോലും ഓരോ ഇടത്തും ഓടി എത്തി വോട്ട് ഉറപ്പിക്കാൻ വേണ്ട ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. പ്രത്യേക അജണ്ടയൊന്നും സെറ്റ് ചെയ്യാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കാണുന്നത് ഏതെങ്കിലും വിഷയത്തെ ഊന്നിക്കൊണ്ടായിരിക്കും പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ അത്തരത്തിലൊരു പ്രധാനപ്പെട്ട അജണ്ടയൊന്നും തന്നെ ഇല്ലാതെ തെരഞ്ഞെടുപ്പുമായിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ അജണ്ട ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭാവം തന്നെയാണ്. അതായത് രാഷ്ട്രീയത്തിലെ അധികായരായിരുന്ന CPM-ന്റെ VS അച്യുതാനന്ദനായാലും കോൺഗ്രസിന്റെ ഉമ്മൻചാണ്ടി ആയാലും കോടിയേരി ബാലകൃഷ്ണൻ, ഇവരെല്ലാം തന്നെയാണ് ഇത്തരത്തിലുള്ള അജണ്ടകൾ ഉണ്ടാക്കി അതുമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് കൊണ്ടുപോവുക എന്നുള്ളത്. പക്ഷേ ഇത്തവണ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഒരുപാട് വിഷയങ്ങൾ, ചിതറിക്കിടക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, അതിൽ ഊന്നിയുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് നിശബ്ദ പ്രചാരണം എത്തുമ്പോൾ വോട്ടുറപ്പിക്കാൻ വേണ്ട എല്ലാ തീവ്രമായിട്ടുള്ള ശ്രമങ്ങളും മുന്നണികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. തിരുവനന്തപുരത്ത് 12 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരിക്കുന്നത്. കഴിഞ്ഞ 2014-ലും 2019-ലൊക്കെ 73% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയാണ്. കഴിഞ്ഞ തവണ അത് ഉയർന്നു. അതായത് 2019-ൽ അത് ഉയരുകയും 77-78-ന് ഒരു ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോളിംഗ് ഉയരുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ തിരുവനന്തപുരത്തുകാർ നോക്കുന്നത്. പൊതുവെ ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് കനത്ത പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തുന്നത്. തീരദേശ മേഖലകളിലായിരിക്കും അത്തരത്തിൽ കനത്ത പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തുന്നത്. അപ്പം ആ ഒരു രീതിയിലേക്ക് ഇന്നിപ്പോൾ വോട്ടുറപ്പിക്കാൻ വേണ്ട നിശബ്ദ പ്രചരണവും മുന്നേറുകയാണ്. പോളിംഗ് അവസാന നിമിഷം വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വലിയ ശ്രമങ്ങളില്ല. പക്ഷേ വോട്ടുറപ്പിക്കാൻ ഫോൺ വിളികളൊക്കെ ആയിട്ട് സ്ഥാനാർത്ഥികൾ അങ്ങനെ പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നില്ലെങ്കിൽ പോലും സജീവമായി തന്നെ പ്രചാരണം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ വാർത്ത. ഒപ്പം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രാധാന്യമേറിയ ഒരു ദിവസമാണ്. കാരണം ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിലൊക്കെ കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ കൂടി ഉള്ള ഒരു ദിവസം കൂടിയാണ്.